Good afternoon. Today we are going to discuss about hedge funds. Hedge funds എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആൾട്ടർനേറ്റീവ് ആണ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്ത് റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് റെഡ്യൂസ് ചെയ്യുകയും റിട്ടേൺ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഹെഡ്ജ് ഫണ്ടിന്റെ ഇമ്പോർട്ടന്റ് എയിം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫണ്ട്സ് നെറ്റ് അസറ്റ് വാല്യൂ. ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂവിനനുസരിച്ചിട്ടാണ് ഹെഡ്ജ് ഫണ്ടിന്റെ വാല്യൂ നമ്മൾ തീരുമാനിക്കുന്നത്. ശരിക്കും ഇതൊരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടിൽ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ആളുകളുടെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്ത് അത് ഡിഫറെന്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഹെഡ്ജ് ഫണ്ടിലും ചെയ്യുന്നത്. ഡിഫറൻസ് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ടിൽ സിമ്പിൾ അസറ്റ് അലോക്കേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ഇതില് നമ്മൾ ഉള്ള പണം ഡിഫറെന്റ് കോംപ്ലക്സ് സ്ട്രാറ്റജീസിലാണ് എംപ്ലോയ് ചെയ്യുന്നത്. മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. കൂടുതലായിട്ടും ഇതില് ലിക്വിഡ് അസറ്റ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഹെഡ്ജ് ഫണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. ലിക്വിഡ് അസറ്റ്സ് ആണ് അതിൽ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് കോംപ്ലക്സ് ട്രേഡിംഗ് ടെക്നിക്സും പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ടെക്നിക്സും റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കോംപ്ലക്സ് ട്രേഡിംഗ് ടെക്നിക്സും പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ടെക്നിക്സും റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹെഡ്ജ് ഫണ്ടിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ കോംപ്ലക്സ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഒക്കെ തന്നെ ഈ ഹെഡ്ജ് ഫണ്ട് മാർക്കറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുന്നതിനോ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല. ഹെഡ്ജ് ഫണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് കണക്കാക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും ലിവറേജസും അതേപോലെ തന്നെ കോംപ്ലക്സ് ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്സും ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് US മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ തന്നെ UCITSലൊക്കെ വരുന്ന അത്തരത്തിലുള്ള റീറ്റെയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്നെല്ലാം ഈ ഹെഡ്ജ് ഫണ്ടിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അതേപോലെ ഈ ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ നിന്നും അതേപോലെ മറ്റുള്ള ക്ലോസ്ഡ് എൻഡ് ഫണ്ടിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ജ് ഫണ്ട് കൂടുതലായും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈലി ലിക്വിഡ് അസറ്റ്സിലാണ്. അതേപോലെ തന്നെ ഇത് കൂടുതൽ ഓപ്പൺ എൻഡഡ് ആണ് താനും. അതുകൊണ്ട് തന്നെ ഇത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ നിന്നും ക്ലോസ്ഡ് എൻഡ് ഫണ്ട്സിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമാണ്. അതേപോലെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത് സാധാരണ ഇൻവെസ്റ്റ് ഇല്ലിക്വിഡ് അസറ്റ്സിലാണ്. പിന്നെ അതിന്റെ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമാണ്. എന്നാൽ ഈ ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത് ഇതിലെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ക്യാപിറ്റല് പീരിയോഡിക്കലി ആ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂവിനനുസരിച്ച് വിഡ്രോ ചെയ്യാനായിട്ട് ഉണ്ട്. റെഗുലേറ്റഡ് ഫണ്ട്സിന് ബാധകമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് ഹെഡ്ജ് ഫണ്ട് വിധേയമല്ല എങ്കിൽ കൂടി 2007-08 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ഇതിന് നിയന്ത്രണങ്ങൾ പാസാക്കുകയുണ്ടായി. മോഡേൺ ഹെഡ്ജ് ഫണ്ട്സ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലും അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സിലൊക്കെ എംപ്ലോയ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും അതിന്റെ സ്ട്രാറ്റജീസ്, റിസ്ക്, വോളാറ്റിലിറ്റി, അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ പ്രൊഫൈൽ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഈ മാർക്കറ്റിലെ ആബ്സല്യൂട്ട് റിട്ടേൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാതെ പോസിറ്റീവ് റിട്ടേൺ ഈ ഒരു ഇൻവെസ്റ്റിന്റെ മുകളിൽ പോസിറ്റീവ് റിട്ടേൺ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇതിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഈ ഹെഡ്ജ് ഫണ്ട്സിനെ റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുമെങ്കിൽ കൂടി ഇതിൽ ഹെഡ്ജിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിലുള്ള ഭൂരിഭാഗം ഹെഡ്ജ് ഫണ്ട് സ്ട്രാറ്റജീസും ലെസ് വോളറ്റൈൽ ആയിരിക്കും. അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വരുന്നുണ്ടായിരിക്കില്ല. ഹെഡ്ജ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാനേജർക്ക് ഒരു മാനേജ്മെന്റ് ഫീയും അതേപോലെ തന്നെ ഒരു പെർഫോമൻസ് ഫീയും പേ ചെയ്യുന്നുണ്ട്. Now we turn to the characteristics of hedge funds. ഇതിന്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സവിശേഷതയായിട്ട് വരുന്നത് ഹൈ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. ഇതിനൊരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഇപ്പോൾ വെസ്റ്റേൺ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ 1 crore അല്ലെങ്കിൽ $1 million നിക്ഷേപം ഈ ഹെഡ്ജ് ഫണ്ടിന് ആവശ്യമാണ്. പിന്നെ ഈ അടുത്തൊരു സവിശേഷതയായിട്ട് പറയുന്നത് ലോക്കപ്പ് പീരീഡ്സ് ആണ്. അതായത് ഹെഡ്ജ് ഫണ്ടിന് ഒരു ലോക്കപ്പ് പീരീഡ് ഉണ്ടായിരിക്കും. അത് തികച്ചും നിയന്ത്രിതമായിരിക്കും. സാധാരണയായി പിൻവലിക്കലുകളൊക്കെ വരുന്നത്, ഈ വിഡ്രോവൽസ് ഒക്കെ വരുന്നത്
ഒന്നുകിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിലായിരിക്കും. അങ്ങനെയാണ് ഇതിൽ അനുവദിക്കുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു ലോക്ക് ഇൻ പീരീഡ് കൂടി ഇതിന് ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് വൺ, പെർഫോമൻസ് ഫീ. ഹെഡ്ജ് ഫണ്ട് സാധാരണയായിട്ട് ഇത് മാനേജ് ചെയ്യുന്നത് ഒരു മാനേജർ ഉണ്ടായിരിക്കും. അദ്ദേഹമായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു വാർഷികമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഫീ ഇതിൽ കൊടുക്കേണ്ടതായിട്ട് വരും. സാധാരണ ഫണ്ടിന്റെ അസറ്റ് വാല്യൂവിന്റെ 1% ഈ മാനേജ്മെന്റ് ഫീ ആയിട്ട്, പെർഫോമൻസ് ഫീ ആയിട്ട് നൽകാറുള്ളത്. ഹെഡ്ജ് ഫണ്ട്സിന്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഇൻഡിപെൻഡന്റ് പെർഫോമൻസ് ആണ്. അതായത് ഇപ്പോൾ ഈ ഹെഡ്ജ് ഫണ്ടിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് ആബ്സല്യൂട്ട് ടേംസിലായിരിക്കും. അത് ബെഞ്ച് മാർക്കുമായോ അല്ലെങ്കിൽ ഇൻഡെക്സ്, മാർക്കറ്റ് ഡയറക്ഷൻ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഹെഡ്ജ് ഫണ്ടിനെ ആബ്സല്യൂട്ട് റിട്ടേൺ പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് വിളിക്കുന്നത്. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് മാനേജേഴ്സ് ഓൺ മണി. ഇപ്പോൾ മാനേജേഴ്സ് ഇവര് കളക്ട് ചെയ്യുന്ന മണി, ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണത്തോടൊപ്പം അവരുടെ സ്വന്തം പണം കൂടി ഇതിൽ നിക്ഷേപിക്കുന്നുണ്ടായിരിക്കും. അതാണ് 5ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തേത് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ്ജ് ഫണ്ടിന് കൂടുതൽ കോംപ്ലക്സ് ആയതും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു നല്ല റിസ്ക് അസസ്മെന്റ് മെത്തേഡുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഹെഡ്ജ് ഫണ്ട്സ് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ളതും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ബെറ്റർ റിസ്ക് അസസ്മെന്റ് മെത്തേഡ്സും ഹെഡ്ജ് ഫണ്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഈ ഫണ്ടിന് ഒരൊറ്റ മാനേജർ എന്നതിനേക്കാൾ ഉപരി ഇതില് ഒന്നിലധികം മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അത് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരൊറ്റ മാനേജർ ആണെങ്കിൽ അവിടെ ഹൈലി റിസ്കി ആയിരിക്കും. അതിൽ നിന്നെല്ലാം മറിച്ച് ഇതില് റിസ്ക് വളരെ കുറവായിരിക്കും. അത് ഡൈവേഴ്സിഫിക്കേഷന് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് 1ാമത്തെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. 2ാമത്തെ മാനേജീരിയൽ എക്സ്പെർട്ടൈസ്. അത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിനാണ് ഈ എമൗണ്ടിന്റെ, ഈ ഹെഡ്ജ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അത് ചെറിയൊരു എമൗണ്ട് ഒന്നായിരിക്കില്ല, വളരെ വലിയ എമൗണ്ട്സ് ആണ് ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മാനേജറെ തെരഞ്ഞെടുക്കുമ്പോൾ, ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ പെർഫോമൻസും എക്സ്പീരിയൻസും നോക്കി വളരെ മുൻവിധിയോട് കൂടിയിട്ടാണ് ഇവരെ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ഹാൻഡിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായി സാധിക്കും. അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് 2ാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് പോർട്ട്ഫോളിയോ. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 3ാമത്തെ ബെനിഫിറ്റിൽ പറയുന്നത് ഒരു ഈ ഹെഡ്ജ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണലൈസ്ഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതാണ് ഹെഡ്ജ് ഫണ്ടിന്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വളരെ കൂടുതലായി, മിനിമം എമൗണ്ടും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ പേഴ്സണലൈസ്ഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദെൻ ലോ കോറിലേഷൻ ടു ട്രഡീഷണൽ അസറ്റ്സ്. ഹെഡ്ജ് ഫണ്ട്സ് മാർക്കറ്റ് ഇൻഡെക്സിൽ നിന്നും സ്വതന്ത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ ഈ ഷെയറും അതേപോലെ തന്നെ ബോണ്ടും പോലുള്ള ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഫ്ലക്ച്വേഷനോട് ഈ ഹെഡ്ജ് ഫണ്ട് വളരെ ലെസ് സെൻസിറ്റീവ് ആയിട്ട് മാറുന്നുണ്ട്. അത് പോർട്ട്ഫോളിയോ റിട്ടേൺസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതില് പോർട്ട്ഫോളിയോ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. 1ാമത്തെ എന്ന് പറയുന്നത് ഹൈ മിനിമം ഇൻവെസ്റ്റ്മെന്റ്.
ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കോടികളുടെ രൂപയാണ് ഈ ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം എമൗണ്ട് വളരെ ഹൈ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എമൗണ്ട് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കൂടുതലായും റിച്ച് സെക്ഷന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. അവരാണ് ഇത്തരം ഹെഡ്ജ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ലിക്വിഡിറ്റി റിസ്ക്. ഈ ഹെഡ്ജ് ഫണ്ട്സ് ശരിക്കും ഇതിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നില്ല. അത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലിക്വിഡിറ്റിയാണ് ബാധിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണം പിൻവലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഹെഡ്ജ് ഫണ്ടിനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഹൈ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ നിക്ഷേപിക്കുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ പറഞ്ഞത് ലിക്വിഡിറ്റി റിസ്ക്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റില്ല. നമുക്ക് പണം ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് പിൻവലിക്കാനായി സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി തേർഡ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് മാനേജ് റിസ്ക്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് ആണ് എപ്പോഴും ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അയാളാണ് ഏത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, ഏതൊക്കെ അവന്യൂസിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഫണ്ട് മാനേജർ ആണ് തീരുമാനിക്കുക. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെങ്കിൽ അത് നമ്മുടെ റിട്ടേണിനെ ബാധിക്കും. ഈ ആവറേജ് റിട്ടേൺ അച്ചീവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അയാളെ കൊണ്ട് സാധിച്ചോളണം എന്ന് ഇല്ല. അതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലുള്ള ചില ഇമ്പോർട്ടന്റ് ഹെഡ്ജ് ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ഇന്ത്യ ഇൻസൈറ്റ് വാല്യൂ ഫണ്ട്, ദെൻ മയൂർ ഹെഡ്ജ് ഫണ്ട്, മലബാർ ഇന്ത്യ ഫണ്ട് LP, ഫോർഫ്രണ്ട് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രമുഖ ഹെഡ്ജ് ഫണ്ട്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.